ഒന്നാമത്തെ സംഗതി ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ മാറാട് നടന്നിട്ടുള്ള സംഘർഷം അത് നമ്മൾ ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സമുദായങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള വളരെ ഖേദകരമായിട്ടുള്ള ഒരു സംഘർഷമാണ്. അതേ സംബന്ധിച്ച് തോമസ് പി ജോസഫ് കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 2002 പിന്നീട് നടന്ന 2003 സംഘർഷങ്ങളെക്കുറിച്ച് അതിൽ പ്രതി ചേർത്ത ആളുകളുണ്ട്. അത് 398 പേർ പ്രതികളായ കേസിൽ 213 പേർ RSSകാരാണ്, 78 പേർ CPMകാരാണ്, 86 പേര് ലീഗുകാരും പിന്നെ മറ്റ് 16 പ്രതികൾ വേറെയും സംഘടനകളിൽ കാണാൻ കഴിയുന്നു. ഞാൻ പറയുന്നത് ഈ സംഘടനകൾ നടത്തിയെന്ന അർത്ഥത്തിലല്ല, പക്ഷേ ഇതിലൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത പേരാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി സത്യത്തിൽ ആ സംഭവവുമായി ആ സംഘർഷവുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിട്ടില്ല. പിന്നെ ആകെ ഉള്ള ബന്ധം എന്താണ്? അങ്ങനെ സംഘർഷബാധിത പ്രദേശമായ ആ പ്രദേശത്തേക്ക് ഞങ്ങളുടെ മുൻ അമീറായിരുന്ന അന്തരിച്ച മർഹൂം കെ സിദ്ദീഖ് ഹസൻ സാഹിബ് ചെല്ലുകയും അവിടെ ആ സംഘർഷാവസ്ഥയിൽ അരയ സമാജത്തിന്റെ നേതാക്കൾ അദ്ദേഹത്തെ ഓഫീസിലേക്ക് വിളിച്ചിരുത്തുകയും ചർച്ച ചെയ്യുകയും ആ സംഘർഷാവസ്ഥ പരിഹരിക്കുന്നതിന് ഞങ്ങളുടെ മുൻ അമീർ മുൻകൈ എടുക്കുകയും ചെയ്തു. അതേക്കുറിച്ച് ബഹുമാന്യനായിട്ടുള്ള ശ്രീ AK ആന്റണിയൊക്കെ സിദ്ദീഖ് ഹസൻ സാഹിബിനെ അനുസ്മരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ സംഘർഷാവസ്ഥ ലഘൂകരിക്കുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി ഇടപെടുകയും സാമുദായിക സൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു എന്ന്. അതുകൊണ്ട് തന്നെ CPIM ഇപ്പോൾ പറയുന്നത് പച്ചക്കള്ളമാണ്. CPM ശ്രീ സഖാവ് ബാലൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങളൊക്കെയാണ് ആ മാറാട് സംഘർഷത്തിന്റെ ഉത്തരവാദിത്വം എന്ന രീതിയിലാണ് ഇവരിപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെന്തിനാണത് പ്രചരിപ്പിക്കുന്നത്? അത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ നേരത്തെ ശ്രീ പ്രമോദ് തന്നെ പറയുകയുണ്ടായി LDF കൺവീനർ അതിനെ തള്ളിപ്പറഞ്ഞല്ലോ എന്ന്. അതിപ്പോഴാണ് തള്ളിപ്പറഞ്ഞത്. നേരത്തെ തന്നെ സഖാവ് ബാലൻ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാകുമെന്ന രീതിയിൽ പരാമർശം നടത്തിയപ്പോൾ അന്ന് ഇവർ തള്ളിപ്പറഞ്ഞിട്ടില്ല. അന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്യുകയാണെങ്കിൽ ഗുണം ചെയ്യട്ടെ എന്ന സമീപനമാണ് ഇവരെടുത്തത് എന്ന് കാണാൻ കഴിയും. ഇത് വളരെ കൃത്യമായി CPM പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹിന്ദു മെജോറിറ്റേറിയൻ പൊളിറ്റിക്സിന്റെ ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ലൈനാണ് എന്ന് കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ പറഞ്ഞു തരേണ്ടതില്ലാത്ത വിധം നിങ്ങൾക്കറിയാം. നിരന്തരമായി RSSും BJPയും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങൾ എന്താണ്? ഹിന്ദു ഖത്തറെ മേഹേ, ഹിന്ദു ഈസ് ഇൻ ഡേഞ്ചർ, ഹിന്ദു മുസ്ലിങ്ങളാൽ എന്തോ അപകടത്തിലാണ് അല്ലെങ്കിൽ അപകടത്തിൽ പെടാൻ പോകുന്നു എന്ന പ്രചാരണം നിരന്തരം നടത്തിക്കൊണ്ടുള്ള ഒരു ഹിന്ദു മെജോറിറ്റേറിയനിസത്തെ വളർത്തുന്ന ഒരു ലൈനാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ലൈനെങ്കിൽ അതിലേക്ക് CPM കൂടുതലായി അടുത്തു അല്ലെങ്കിൽ ആയി ചേർന്നു എന്നതിന്റെ പ്രഖ്യാപനമാണ് സത്യത്തിൽ ശ്രീ ബാലൻ സഖാവ് നടത്തുന്നത്. ഇത് ഹിന്ദു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു നാക്കുപിഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഴുങ്ങലോ അതൊന്നുമല്ല.